Hello friends, welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, സ്റ്റേറ്റ് വിച്ച് pairs of triangles in figure 6.34 are similar. Write the similarity criterion used by you for answering the question and also write the pairs of similar triangle in the symbolic form. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ കോണുകളും ഒരേപോലെയാണ്. 60, 40, 80, 60, 40, 80. നോക്കിയാൽ ആംഗിൾ എ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ആംഗിൾ പിക്ക് ഈക്വൽ ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ക്യൂന് ഈക്വൽ ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ആറിന് ഈക്വൽ ആണ്. ഇനി സിമിലാരിറ്റി ക്രൈറ്റീരിയ എഴുതുമ്പോൾ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ഓർഡറിൽ ഞാൻ എടുത്താൽ എയിൽ നിന്നും ബിയിലോട്ട്, അപ്പോൾ 60-ൽ നിന്നും 80-ലോട്ട് പോകണം. അപ്പോൾ പി ക്യു ആർ എന്ന് പറയുന്ന ഫോമാറ്റിൽ പോകണം. ക്രൈറ്റീരിയ ഏതാണ്? എ എ എ സിമിലാരിറ്റി. ഇനി രണ്ടാമത്തെ ചിത്രം സൈഡുകളാണ്. ഓക്കെ, ആംഗിളുകളൊന്നും തന്നിട്ടില്ല. അപ്പം ഞാൻ സൈഡുകൾ നോക്കി. എല്ലാ സൈഡിൻ്റെ ഇരട്ടിയാണ് ഇപ്പുറത്ത്. ആദ്യം എ ബി ബൈ ക്യു ആർ എടുത്തു. എ ബി 2 ക്യു ആർ 4. രണ്ടിനെയും ചെറുതാക്കുമ്പോൾ 1/2 കിട്ടും. 1:2. ദെൻ ബി സി ബൈ പി ആർ 2.5 5. അതിനെയും ചെറുതാക്കുമ്പോൾ 1/2 കിട്ടും അല്ലെ. 2.5ൻ്റെ ഇരട്ടിയല്ലേ 5. ദെൻ എ സി ബൈ ക്യു ആർ എൽ ക്യു പി 3/6, അതും 1/2. സൈഡുകളുടെ എല്ലാം റേഷ്യോ സെയിം ആണ് അല്ലേ. എല്ലാം 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പോൾ ഇതും സിമിലർ ആണ്. ഏത് ക്രൈറ്റീരിയ? SSS ക്രൈറ്റീരിയ. ഇനി ഇവിടെ സിമിലാരിറ്റി എഴുതിയപ്പോൾ എ ബി സി എന്ന് പറയുന്നത് പി ക്യു ആറിനല്ല സിമിലർ എഴുതിയിരിക്കുന്നത്, ക്യു ആർ പി ആണ്. എങ്ങനെ അത് ക്യു ആർ പി ആയി എന്നുള്ളത് പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പം നോക്കിയാൽ എ ബി സി ഞാൻ ആ ഓർഡറിൽ തന്നെയാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ 2-ൽ നിന്നും 2.5-ലൂടെ പോകണം. അപ്പോൾ 2 എന്ന് പറയുന്നത് 4 അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ക്യൂന്ന് തുടങ്ങാം അല്ലെങ്കിൽ ആറിന്ന് തുടങ്ങാം. ഓക്കെ, ഒന്നെങ്കിൽ ക്യൂന്ന് തുടങ്ങാം അല്ലെങ്കിൽ ആറിന്ന് തുടങ്ങാം. ഇനി ആറിന്ന് തുടങ്ങിയാൽ എന്താ പ്രശ്നം? ആറിന്ന് തുടങ്ങിയാൽ ആർ ക്യു പി എന്നാണ് 1 വരിക. ഓക്കെ, ആർ ക്യു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യു പി ആണ്. പക്ഷേ ക്യു പി 6 ആണ്. അതിന് എ സി വരണം. പക്ഷെ ഇവിടെ എ സി അല്ല, ഇവിടെ ബി സി ആണ്. നമ്മൾ ആ സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ച് അതേ ഫോമാറ്റിൽ പോകണം. ഇനി ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എ ബി ആണ്. എ ബിക്ക് ഈക്വൽ ആരാണ്? ക്യു ആർ ആണ്. കണ്ടോ, അപ്പോൾ ക്യു ആർ. രണ്ടാമത് ബി സി ആണ്. ബി സിക്ക് ഈക്വൽ ആരാണ്? ആർ പി ആണ്. അപ്പോൾ രണ്ടാമത് ആർ പി വരണം. അങ്ങനെയാണ് ക്യു ആർ പി വന്നത്. ഓക്കെ, ഒന്നുകൂടി സിമ്പിൾ ഇതായിരിക്കും അല്ലേ. ആദ്യം എ ബി സി എഴുതി. എ ബി ആർക്കാ? ക്യു ആറിന്. അപ്പോൾ ഫസ്റ്റ് ക്യു ആർ, പിന്നെ ബി സി ആണ്, അപ്പോൾ ആർ പി. ബി സി ആർ പി അല്ലേ. ദെൻ അടുത്ത മൂന്നാമത്തെ ചിത്രം നോക്കാം നമുക്ക്. മൂന്നാമത്തെ ചിത്രം, മൂന്നാമത്തും സൈഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ, ആംഗിൾ തന്നിട്ടില്ല. അപ്പം ഞാൻ സൈഡുകളുടെ റേഷ്യോ ഒക്കെ നോക്കണ്ട. എം പി ബൈ ഡി ഇ 2-ൻ്റെ ഇരട്ടിയാണ് 4, 1:2 ആണ്. ഓക്കെ, 3-ൻ്റെ ഇരട്ടിയാണ് 6, അതും 1:2 ആണ്. മറ്റത് വരുന്നത് 2.7-ഉം 5 ആണ്. പക്ഷെ 2.7-ൻ്റെ ഇരട്ടി അല്ല 5. അപ്പം അവിടെ റേഷ്യോ സെയിം ആണോ? അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? സിമിലർ അല്ല. ഓക്കെ, രണ്ട് സൈഡുകളുടെ റേഷ്യോ സെയിം ആണ്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തരണം. ആംഗിൾ ഇവിടെ തരാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെയുള്ള കണ്ടീഷൻ 3 സൈഡിൻ്റെ റേഷ്യോ സെയിം ആവണമെന്നാണ്. മൂന്നാമത്തെ സൈഡിൻ്റെ റേഷ്യോ 1:2 അല്ല. ഒന്ന് 2.7, ഒന്ന് 5 ആണ്. 2.7-ൻ്റെ ഇരട്ടി എത്രയാണ്? 7 7 14, 2 4, 5.4 ആണ്. ഓക്കെ, അപ്പോൾ സൈഡിൻ്റെ റേഷ്യോ സെയിം അല്ല, അതുകൊണ്ട് ഇത് സിമിലർ അല്ല. ദെൻ നാലാമത്തെ വരുന്നത് ഓക്കെ, 2.5-ൻ്റെ ഇരട്ടിയല്ലേ 5 അല്ലേ. 5-ൻ്റെ ഇരട്ടിയല്ലേ 10. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിളും സെയിം അല്ലേ അല്ലേ. എൻ എം ബൈ പി ക്യു, എൻ എമ്മും പി ക്യുവും 2.5/5 1/2. ദെൻ എം എൽ ബൈ അല്ലെങ്കിൽ എൽ എം ബൈ ആർ ക്യു, എൽ എം ബൈ ആർ ക്യു അത് 5/10 വരും. 5/10 എന്ന് പറയുമ്പോൾ 1:2 കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള കോണ് ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ ക്യു 70, അതും ഈക്വൽ ആണ്. അപ്പോൾ ട്രയാംഗിൾ സിമിലർ ആണ്. ഏത് ക്രൈറ്റീരിയ? SAS. ഇവിടെ SAS എന്ന് പറയുമ്പോൾ രണ്ട് സൈഡുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും, ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇനി മക്കളെ NML എന്ന് ഞാൻ എഴുതി. നോക്കിയാൽ എങ്ങനെയാണ് ആ ഓർഡർ പോകണമെന്ന് നോക്കിക്കോട്ടോ. N-ന്ന് എമ്മിലോട്ട്, അവിടുന്ന് എല്ലിലോട്ട്. ഓക്കെ, അപ്പോൾ NMന് ആര് ഈക്വൽ ആണ്? പി ക്യു ഈക്വൽ ആണ്. എവിടെ പി ക്യു? പിന്ന് ക്യൂലോട്ട്. എന്തുകൊണ്ടാണ് ക്യു പി എന്ന് എഴുതാത്തത്? എം സെൻട്രൽ ആംഗിൾ അല്ലേ. ആ എം ആണ് സെൻട്രൽ. അപ്പോൾ പിയും സെൻട്രൽ, ഈ ക്യൂ സെൻട്രൽ വരണം കേട്ടോ. ആര് സെൻട്രൽ വരണം? ക്യൂ. എം സെൻട്രലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എം എവിടെ എഴുതിയിട്ടുള്ളത്? സെൻട്രലാണ് എഴുതിയിട്ടുള്ളത്. NML എമ്മിന് ഈക്വൽ ആണ് ആര്? ക്യൂ. അപ്പോൾ ക്യൂ സെൻട്രൽ വരണം.
ഓക്കെ, ക്യൂ സെൻറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആർ ക്യൂ എന്ന് തുടങ്ങണം അല്ലെങ്കിൽ പി ക്യൂ എന്ന് തുടങ്ങണം. പക്ഷേ എൻ എം ആർക്ക് ഈക്വൽ ആണ് അല്ലെങ്കിൽ ആരുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ് പി ക്യൂമായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ പി ക്യൂ എഴുതിയത്. എന്തുകൊണ്ടാണ് ക്യൂ പി എഴുതിയാന്ന് മനസ്സിലായോ? ക്യൂ ഈക്വൽ ടു എം ആണ്. അപ്പോൾ എം സെൻറ്ററിലല്ലേ, അപ്പോൾ ക്യൂവും സെൻറ്ററിൽ വരണം. അപ്പോൾ പി ക്യൂ ആർ. ഓക്കെ, ഇനി നോക്കിയാൽ ഞാനിപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പേരുണ്ടല്ലോ എൻ എം എൽ എന്ന് എഴുതി, അതിന് പകരം എം എൻ എൽ എന്നാണ് എഴുതിയിരിക്കണെങ്കിലോ? അപ്പോൾ ആദ്യം ആര് വരണം? ക്യൂ വരണം അല്ലേ? എം ആർക്ക് ഈക്വലാണ്? ക്യൂന് ഈക്വലാണ്. അപ്പോൾ ആദ്യം ക്യൂ വരണം. ഓക്കെ, പിന്നെ എൻ എൽ ആണ്. ക്യൂവിൽ നിന്ന് എമ്മിൽ നിന്നും എന്നിലോട്ട് 2.5 എന്നിലോട്ട് പോകണം. അപ്പോൾ ക്യൂവിൽ നിന്നും 5 പിയിലോട്ട് പോകണം. പിന്നെ ആറ്, അപ്പോൾ പി ആർ, ക്യൂ പി ആർ. ഓക്കെ, അങ്ങനെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സൈഡുകൾ നോക്കിയിട്ട് വേണം നമ്മൾ സിമിലാരിറ്റി ക്രൈറ്റീരിയ എഴുതാൻ കേട്ടോ. ഇനി അടുത്ത ചിത്രം, അഞ്ചാമത്തത്. ഇവിടെ നോക്കിയാൽ 3ന്റെ ഇരട്ടി 6 ഉണ്ട്, 2.5ന്റെ ഇരട്ടി 5 ഉണ്ട്. ഇവിടെ 80 തന്നിട്ടുണ്ട്. ഇവിടെ ഈ 80 ഈ രണ്ട് സൈഡുകൾക്കിടയിലാണ്. പക്ഷേ 80 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ അല്ല. നമുക്ക് ശരിക്ക് എഫ് ആർക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം? ബിക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്ലൈ SAS ക്രൈറ്റീരിയ പോസിബിൾ ആവുള്ളൂ. രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് പറയുന്നത്. ഇവിടെ ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലാത്തതുകൊണ്ട് ഇത് എന്താവൂല? സിമിലർ ആവൂല. അപ്പോൾ ആദ്യം നമുക്ക് AB/DF 2.5/5 1:2 ആണ്. BC/CF എന്താണ്? 3/6 1:2 ആണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് 80 ആണ്. ബട്ട് ആംഗിൾ എ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ അല്ല. നോട്ട് സിമിലർ ബിക്കോസ് ദ ആംഗിൾ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ആംഗിൾ. ഏത് ആംഗിൾ ഇൻക്ലൂഡഡ് അല്ലാത്ത? ആംഗിൾ എ. ഓക്കെ, ശരിക്കും വരേണ്ടത് എന്തായിരുന്നു? ആംഗിൾ എഫ് ഈക്വൽ ടു ആംഗിൾ ബി 80 ആണെങ്കിൽ അത് സിമിലർ ആയിരുന്നു. ആംഗിൾ എഫ് ആംഗിൾ ബിക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് സിമിലർ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ അല്ല, അതുകൊണ്ട് ഇത് എന്തല്ല? സിമിലർ അല്ല. നോട്ട് സിമിലർ ബിക്കോസ് ദ ആംഗിൾ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ആംഗിൾ. ഏത് ആംഗിൾ ഇൻക്ലൂഡഡ് അല്ലാത്തത്? ഒന്നാമത്തെ ചിത്രത്തിലുള്ള എ എന്ന് പറയുന്ന ആംഗിൾ. ശരിക്കും രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള കോണാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത് ആറാമത്തത്. ഓക്കെ, രണ്ട് സൈഡുകൾ, രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഒന്ന് 70 80 ആണ്, മറ്റേത് 80 30 ആണ്. നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചാലോ? എഫ് എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാലോ മക്കളെ. എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ട്രയാംഗിളുടെ 3 കോണ് കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ 180 70 80 കൂട്ടി മൈനസ് ചെയ്താൽ പോരെ? 70 80 കൂട്ടിയാൽ എത്ര കിട്ടും? 7 14 15 150. 180 50 പോയാൽ 30. ഇനി ഇതേപോലെ തന്നെ ആംഗിൾ പിയും നമുക്ക് കണ്ടുപിടിക്കാം. 180 80 30 കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 80 30 110 70. ഇപ്പൊ എല്ലാ കോണും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഓരോന്ന് ഈക്വൽ ആക്കിയിട്ട് എഴുതാലോ. ആംഗിൾ ഡി 70 ആണ്. ആംഗിൾ ഡി 70 ആണ്. ആംഗിൾ ഡി ആർക്ക് ഈക്വല? ആംഗിൾ പിക്ക് ഈക്വല അല്ലെ? ഇനി ആംഗിൾ ഇ 80 ആണ്. അത് ആർക്ക് ഈക്വല? ആംഗിൾ ക്യൂന് ഈക്വല. ആംഗിൾ എഫ് 30 നമുക്ക് ഇവിടെ കിട്ടി. ആംഗിൾ എഫ് 30 ഇവിടെ കിട്ടി. അത് ആർക്ക് ഈക്വല? ആംഗിൾ ആറിന് ഈക്വല. 3 കോൺ ഈക്വൽ ആയില്ലേ? അപ്പൊ ട്രയാംഗിൾ സിമിലർ ആവൂലേ? എ സിമിലാരിറ്റി. DEF എന്നാണ് എഴുതിയത് നമ്മൾ. DEF. ഡി ആർക്ക് ഈക്വൽ ആണ്? പിക്ക് ഈക്വൽ ആണ്. അപ്പൊ പി. ഇ ആർക്ക് ഈക്വൽ ആണ്? ക്യൂന് ഈക്വൽ ആണ്. അപ്പൊ ക്യൂ. എഫ് ആർക്ക് ഈക്വൽ ആണ്? ആറിന് ഈക്വൽ ആണ്. അപ്പൊ ആറ്. അപ്പൊ DEF സിമിലർ ടു PQR. ക്രൈറ്റീരിയ ഏതാ? AAA സിമിലാരിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റത്തെ ചോദ്യത്തിൽ വരുന്നത്. നമുക്കിനി സെക്കൻഡ് ചോദ്യവുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ.